റാന്നിയെക്കുറിച്ചും ആറന്മുളയെക്കുറിച്ചും ഒക്കെ ഒരുപാട് സംസാരിക്കുന്നുണ്ട് പലരും. പക്ഷേ തിരുവല്ലയിലേക്ക് ആ രീതിയിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ കൃത്യമായൊരു ശ്രദ്ധ ഉണ്ടായിട്ടില്ല എന്നത് പ്രധാനപ്പെട്ടതാണ്. പല ക്യാമ്പുകളിലും അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്നത് കമലേഷ് തന്നെ ക്യാമ്പുകളിൽ പോയി റിപ്പോർട്ട് ചെയ്ത ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ആ വാർത്തകൾ വന്നതിന് ശേഷമെങ്കിലും സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടായിട്ടുണ്ടോ? മനു, ചെറിയ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാനാവില്ല. ഇന്നലെ ഉച്ചയോടുകൂടി ഒരു 2 മണിയോടുകൂടിയാണ് ഈ വേങ്ങലിലുള്ള ദേവമാതാ ഓഡിറ്റോറിയത്തിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പിൽ നമ്മൾ എത്തിയത്. അവിടെ രാവിലെ മുതൽ പ്രായമായ അമ്മമാരും ചെറിയ കുട്ടികളും ഉൾപ്പെടെ കഴിയുന്ന ക്യാമ്പാണ്. അവിടെ 10-40ഓളം പേർ ആ ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കാർക്കും രാവിലത്തെ ഭക്ഷണവും ലഭിച്ചിരുന്നില്ല. ഉച്ചക്കത്തെ ഭക്ഷണത്തിന് ഒരല്പം സാധനങ്ങൾ മാത്രമാണ് അവിടെ കൊണ്ടുചെന്ന് അവിടെ അടുക്കളയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പാകം ചെയ്യുന്നതിനുള്ള ബർണർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 2 മണിയായിട്ടും അവിടെ എത്തിയില്ല എന്നുള്ളതാണ്. ആ ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിയില്ല. 2 മണിക്ക് ബർണർ എത്തിച്ചിട്ടില്ലെങ്കിൽ എപ്പോഴാണ് അവർക്ക് ഉച്ചഭക്ഷണം, രാവിലത്തെ ഭക്ഷണമോ കഴിച്ചിട്ടില്ല, ഉച്ചഭക്ഷണം എപ്പോഴായിരിക്കും അവർക്ക് കഴിക്കാൻ കഴിയുക എന്നുള്ളത് വലിയ പരാതിയായി തന്നെ വന്നിട്ടുണ്ട്. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം ചില കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ അവിടെ എത്തുകയും കൈരളിയുടെ വാർത്താ സംഘത്തോട് ഉൾപ്പെടെ തട്ടിക്കയറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തെറ്റായ വാർത്തയാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ UDFന്റെ മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ബൈറ്റോട് കൂടിയാണ്, ആ ലൈവിൽ തന്നെ ആ ബൈറ്റോട് കൂടിയാണ് നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവരുടെ ഈ മെമ്പറുടെ ഉൾപ്പെടെ മുന്നിൽ വെച്ചാണ് ഈ അവിടെയുള്ള സ്ത്രീകൾ, അമ്മമാരൊക്കെ ഭക്ഷണം ലഭിച്ചിട്ടില്ല, രാവിലെ മുതൽ പട്ടിണിയാണ് എന്ന ബൈറ്റ് നമുക്ക് തരുന്നത്, നമ്മളോട് സംസാരിക്കുന്നത്. കുട്ടികൾക്ക് മാത്രമാണ് ഉച്ചയ്ക്ക് ഈ ചില ആളുകളെല്ലാം തന്നെ അവരുടെ വീടുകളിൽ പോയി ഭക്ഷണം പാചകം ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് ക്യാമ്പിൽ കുട്ടികൾക്ക് ഭക്ഷണം വിതരണം ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഇന്നലെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പ്രതിസന്ധിക്കും പ്രയാസത്തിന് ശേഷം, വലിയ തർക്കമൊക്കെ അവിടെ ഉണ്ടായതിനു ശേഷം നമ്മൾ അവിടെ നിന്നും ഇറങ്ങുന്ന ഘട്ടത്തിൽ ചില ഉദ്യോഗസ്ഥർ അവിടെ വാഹനത്തിൽ എത്തുകയും കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ അവിടെ എത്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ വാർത്തയ്ക്ക് ഒരു ഫലമുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ പെട്ടെന്ന് തന്നെ ഉദ്യോഗസ്ഥർ അവിടെ എത്തുകയും ആവശ്യമായ സാധനങ്ങൾ എത്തിക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം കൈരളി ന്യൂസിന്റെ വാർത്ത വന്നു. നമ്മൾ രണ്ട് കോൺഗ്രസ്സുകാരുടെ കയ്യിൽ നിന്ന് നമ്മൾ രണ്ട് ചീത്ത കേട്ടാലും ആ മനുഷ്യർക്ക് അത് ഉപകാരപ്പെട്ടു അല്ലെ നമ്മുടെ വാർത്ത? മനു, തീർച്ചയായും അത് നമ്മളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയായിരുന്നു. അവരെല്ലാവരും വട്ടം കൂടി നിന്ന് നമ്മളെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. പക്ഷെ നമ്മൾ അവരെ പരമാവധി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഒരു തരത്തിലും തെറ്റായ വാർത്തയല്ല കൊടുത്തിട്ടുള്ളത്. ഇവിടെയുള്ള ആളുകളുടെ പരാതി അനുസരിച്ച് അവർ പറഞ്ഞ കാര്യങ്ങൾ നമ്മളിലൂടെ പുറം ലോകത്ത് എത്തിച്ചു എന്നത് മാത്രമാണ്. അതുകൊണ്ട് ഇവർക്ക് ഗുണമേ ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യം കൂടി നമ്മൾ പറയുകയും ചെയ്തു. അതിന് ഗുണമുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ പെട്ടെന്ന് തന്നെ അവിടെ ഉദ്യോഗസ്ഥരെത്തുകയും അവിടെ ആവശ്യമായ സാധനങ്ങൾ നൽകുകയും ചെയ്തു എന്നുള്ളതാണ്. അതിന് പിന്നീട് നമുക്ക് പലയിടങ്ങളിലേക്കായി പോകേണ്ടി വന്നു. എന്നാലും നമ്മളെ സംബന്ധിച്ച് പരിമിതി എന്ന് പറയുന്നത്, മനു, നമ്മൾ ഒരു യൂണിറ്റിന് എത്ര ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരു ദിവസം ഓടിയെത്താൻ പറ്റും, എത്ര ആളുകളുടെ പരാതികളാണ് നമുക്ക് കേൾക്കാനും അത് പുറം ലോകത്തെ അറിയിക്കാനും കഴിയുക എന്നുള്ളതാണ്. ചുരുക്കം ചില പരാതികൾ മാത്രമാണ് നമുക്ക് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക. അത് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ മാത്രമാണ് അധികൃതർ അത് കാണുകയും പരിഗണിക്കുകയും ചെയ്യുന്നത് എന്നത് സങ്കടകരമായ കാര്യമാണ്. എല്ലായിടത്തും ഇത്തരം വാർത്തകൾ ഇല്ലെങ്കിൽ പോലും എല്ലായിടത്തും അവർ എത്തുകയും അവരുടെ പരാതികൾ, അതായത് എല്ലാം നഷ്ടപ്പെട്ട്, സർവ്വതും നഷ്ടപ്പെട്ട് അഭയാർത്ഥി ക്യാമ്പുകൾ പോലെയുള്ള അഭയാർത്ഥികളെ പോലെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന മനുഷ്യന്മാരാണ്. അവർക്ക് പ്രാഥമികമായി ഭക്ഷണം പോലും കൊടുക്കാൻ ഒരു സർക്കാർ സംവിധാനത്തിന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ അതിനപ്പുറത്തേക്ക് എന്താണ് പറയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ആ നിലയിലുള്ള ഇടപെടൽ, മറ്റ് വാർത്തകൾ ഇല്ലെങ്കിൽ പോലും അത്തരം ഇടപെടലുകൾ ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇന്നലത്തെ ഒരു അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിലെങ്കിലും ഉടനെയൊന്നും അവർക്ക് വീടുകളിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. നിലവിലിപ്പോൾ എൻ്റെ പിറകിൽ ഉൾപ്പെടെ നിരവധി വീടുകളിൽ ഇപ്പോഴും വെള്ളം കയറി നിൽക്കുകയാണ്. ഇനി ഈ വെള്ളം ഇറങ്ങിയാൽ പോലും അതിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്താതെ അവർക്ക് വീടുകളിലേക്ക് മടങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് സാഹചര്യം. അതുകൊണ്ട് കൂടുതൽ ദിവസങ്ങൾ അവർക്ക് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തന്നെ കഴിയേണ്ടി വരും. അവരെ മാന്യമായി അവർ പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. അവർക്ക് ആവശ്യമായ ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും എല്ലാം തന്നെ അധികൃതർ ഉറപ്പാക്കേണ്ടതുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ നമ്മളെ സംബന്ധിച്ച്, അതിപ്പോൾ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് നമുക്ക് കഴിയാവുന്ന കാര്യം എന്ന് പറയുന്നത് ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ അത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷേ അതിൽ പോലും രാഷ്ട്രീയം കണ്ടുകൊണ്ട് അത്തരം വാർത്തകൾ ചെയ്യരുത് എന്ന തിട്ടൂരവുമായി ചില ആളുകൾ രംഗത്തിറങ്ങുന്നത് വളരെ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് മനു.